നമുക്ക് സ്വാഗതം ചെയ്യാം ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. എന്തോ എന്തോരം ചുന്ദരിയാ. അയ്യോ കുട്ടിയെ പോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഉടുപ്പ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉണ്ട്. താങ്ക് യു മധു അങ്കിൾ. താങ്ക് യു. ഗാലക്സി മൊത്തം കാണാം. സന്തോഷമായി. ഏത് മിൽക്കി വേ വന്ന അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളവരെന്നെ ആക്കാം. ഇന്ന് നമ്മൾ കൊറേ നല്ല പാട്ട് കേൾക്കാൻ പോകുന്നു, ഒത്തിരി വിശേഷങ്ങൾ പറയാൻ പോകുന്നു. റെഡി അല്ലേ മൂന്ന് പേരും? വിദ്യാസാഗർ സാറിന്റെ ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. പാടാൻ എത്തുന്നത് ഒരു സുപ്രഭാതമാണ്. സുപ്രഭാതമാണ് വരാൻ പോകുന്നത്. യെസ്, അമൃതം. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഈ സന്ധ്യ സമയത്ത് ഒരു സുപ്രഭാതം. അതെ, അത് ഒരു കാര്യം ചോദിട്ടെ, കൊറേ ദിവസം എവിടെയായിരുന്നു? അത് മാമന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച. മാമന്റെ കല്യാണം ഇപ്പോഴേ കഴിഞ്ഞോളൂ? ആണോ? മാമന് ഒത്തിരി വയസ്സായില്ലേ? ഇല്ല. മാമന് എത്ര വയസ്സുണ്ട്? എനിക്കറിയാലോ മാമനെ. ഒത്തിരി വയസ്സുണ്ടല്ലോ പുള്ളിക്ക്. 10-40 വയസ്സുണ്ടല്ലോ. 40ഒന്നുമില്ല, പിന്നെ 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സായി അല്ലെ? കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു. എന്ത് പായസായിരുന്നു? സേമ്യം, അട എല്ലാം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എവിടെയായിരുന്നു? തൃപ്പരപ്പിൽ വെച്ചായിരുന്നു. തൃപ്പരപ്പിൽ ബോളി ഇത്ര വലിയ ബോളിയൊക്കെ ഉണ്ടായിരുന്നു. ബോളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നിട്ട് നമുക്ക് എന്ത് തന്നു? അത് മാമ വരുമ്പോ ഞാൻ കൊണ്ടുവരാൻ പറയാം. മാമ എപ്പോ വരുന്നുണ്ടോ? മാമ ഈ അടുത്ത ഷെഡ്യൂളൊക്കെ വരുമായിരിക്കും. തീർച്ചയില്ല. അടുത്ത ഷെഡ്യൂൾ എന്തായാലും വരും. ഇവിടെ വന്നിരിക്കണം. പിന്നെ കല്യാണത്തിന് എന്റെ കുറച്ച് ഫാൻസിനെയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോ ഒരു 3-4 പേര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനാണ് MJ അങ്കിളിന്റെ അടുത്ത് അമൃതക്കുട്ടിയെ പറ്റി ചോദിച്ചത്, ഞാനാണ് ചോദിച്ചതെന്ന് വന്ന് പറഞ്ഞു. ഇനി പ്രോഗ്രാം കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3-4 പേര്. സത്യം തന്നെ. ഞാൻ അസത്യങ്ങൾ പറയാറില്ല. എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ. കഴിഞ്ഞ തന്നെ ഏറ്റവും നുണ പറഞ്ഞവരെ ജയിലിൽ കൊണ്ടുപോകണം. സോറി. സുപ്രഭാതം. ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് പാട്ട് പാടാൻ. അത് തന്നെ. നീലത്താമരെ. മൈ ഫേവറേറ്റ് സോങ്. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഇതൊരു സരിഗമപ പാട്ടാണ് എന്ന് പറഞ്ഞെന്താ അറിഞ്ഞൂടാ? ആർക്കെങ്കിലും പറയാമോ? സരിഗമപ കണ്ടുപിടിച്ചു. നീലത്താമരേ. കണ്ടോ? അതെന്തായിരുന്നു? സരിഗമപ. അപ്പൊ നീലത്താമര എന്ത് പാട്ടാ? സരിഗമപ പാട്ട്. അപ്പൊ സരിഗമപ എങ്ങനെയാ വന്നിരിക്കണേ? സരിഗമപ. അടുത്ത നോട്ട് എന്താണ്? എങ്ങനെയാണ്? ഇങ്ങനെ നമ്മൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോട്ടേറ്റ് ചെയ്യാൻ പഠിക്കും. പഠിപ്പിച്ചിട്ടേ വിടൂ. അല്ലാതെ പോവാൻ സമ്മതിക്കത്തില്ല. കേട്ടോ? അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. സിനിമ നീലത്താമര. ഇയർ 2009. മ്യൂസിക് വിദ്യാസാഗർ സാർ. ലിറിക്സ് വയലാർ ശരത് ചന്ദ്രവർമ്മ സാർ. പാടിയത് കാർത്തിക് സാർ. ഓക്കെ. ഈ നീലത്താമര എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് എടുത്തത് യൂസഫ് അലി കേച്ചേരി സാറാണ്. അത് 1979 തോന്നുന്നു. MT വാസുദേവൻ നായർ സാറിന്റെ സ്ക്രിപ്റ്റാണ് ആ സിനിമ. അത് പിന്നെയും റീമേക്ക് ചെയ്തതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാൽ ജോസ്. അത് വളരെ ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ്. പകലൊന്നു മാഞ്ഞ വീതിയിലെ കുഞ്ഞു താമരെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത്. പക്ഷെ ഈ സോങ് അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. All the best. All the best. All the best. Thank you. നീലത്താമരേ
വെരി ഗുഡ്. താങ്ക് യു. മീനുട്ടി, എന്തോ ടോപ്പ് ബാൻഡിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണ് അയാൾ? അങ്ങോട്ട് നോക്കൂ, അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അനൂപ്. അനുവേട്ടാ. അനൂപ് കോവളം. അതെ കോവളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെത് മാത്രമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അങ്ങനെയല്ല, ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ബെസ്റ്റ്. ഒരു സംശയമില്ലാത്തതാണ്, അത്രയും വലിയൊരു കലാകാരനാണ് അനൂപ്. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അനൂപിനൊരു ഓ ബിഗ് ഹായ്. പിന്നെ നമ്മുടെ ഫ്രാൻസി ആസ് ഓൾവേസ്, അത് ആദ്യത്തെ ഒരു ഐറിഷ് മൂവ്മെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഐറിഷിലെ കെൽറ്റിക് മൂവ്മെന്റ് എന്ന് പറയാ, അത് സൂപ്പർ ആയിട്ട് അങ്ങ് വായി. Yes, yes. അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്താണെങ്കിലും ഏതാണെങ്കിലും ഇങ്ങനെയാണല്ലോ അല്ലെ? എല്ലാ പാട്ടിലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. മക്കളെ എന്തോ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ടെക്നിക് Yeah. ഒരു സൈഡ്, ഇമോഷൻ വേറൊരു സൈഡ്. ടെക്നിക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വോയിസ് ബ്രേക്ക് ചെയ്യും. ഇമോഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് ബ്രേക്ക് ചെയ്യും? സോങ്ങിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ ടെക്നിക്കും ഇമോഷനും കറക്റ്റായിട്ട് വരുമ്പോഴാണ് എന്ത് വരുന്നത്? നമുക്കൊരു പാട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്നത്. അപ്പൊ മോള് അതിൽ ഏകദേശമൊക്കെ ആ ഒരു ജേർണിയിൽ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അങ്കിൾ പറയാനുള്ളത്, ഈ പല്ലവിയെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. നീലത്താമരെ, പുണ്യം ചൂടിയൻ, ധന്യമാം തപസ്സിൽ, അടുത്ത ലൈനും കൂടി. അതിന് ഒരു മോഡുലേഷൻ ഓഫ് വോയിസ്. അത് കഴിഞ്ഞിട്ട് ആവണി നാളിൽ ഞാൻ കണിയേകും, ആ 2ാമത്തെ ഭാഗമില്ലേ, അതിന് അടുത്തൊരു ടൈപ്പ് ഓഫ് മോഡുലേഷൻ. വെൺ സൂര്യനകലെ ഇല്ലേ, അതിന് വേറൊരു എന്ത് മോഡുലേഷൻ. അപ്പോ മോഡുലേഷൻ പാർട്ട് 1, മോഡുലേഷൻ പാർട്ട് 2, മോഡുലേഷൻ പാർട്ട് 3 എന്ന് വന്നാൽ പല്ലവി എങ്ങനെയാവും? അടിപൊളി, ഭയങ്കര സുന്ദരിയാവും പല്ലവി. അപ്പൊ ആദ്യം തുടക്കത്തിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് പാടണം എന്നർത്ഥം, ക്യൂട്ടായിട്ട് പാടണം എന്നർത്ഥം. നീലത്താമരേ പുണ്യം ചൂടിയൻ, എടുത്തെടുത്ത് പാടണം. പുണ്യം ചൂടിയൻ ധന്യമാം തപസ്സിൽ. ഇങ്ങനെ ഒഴുക്കി നമ്മളെ അലിച്ചു കളയണം. ഓക്കെ, അടുത്ത ലൈൻ. നീലത്താമരേ ഓളം നീട്ടി നീ ധ്യാനമാം സരസിൽ. അടുത്തത് ആവണി നാളിൽ. ആവണി വരുമ്പോ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആക്കണം. അവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആക്കി പാടിയ. ആവണി നാളിൽ ഞാൻ കണിയേകും ദാവണി നീ അണിഞ്ഞു. കുറച്ചുകൂടെ ഓപ്പൺ. ആതിരരാവിൽ നിൻമിഴിനീരിൽ മഞ്ഞിൽ ഞാൻ നനഞ്ഞു. ഇനിയാണ് ആര് വരുന്നത്? വെൺ സൂര്യനകലെ. ഹീറോ ഓഫ് ദ സോങ്. അതിനെ ഹുക്ക് എന്ന് പറയണേ, വെൺ സൂര്യനകലെ. പിന്നെയും പാവായി നീലത്താമരേ. അങ്ങനെ വന്നാലാണ് ഞാൻ പറഞ്ഞ അങ്കിൾ പറയുന്നത് മനസ്സിലുണ്ടോ? അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചെറിയ മോഡുലേഷൻസ് ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കും പാട്ടിന്. അത് പാട്ട് തന്നെ കേൾവിയില്ല കേട്ടോ. പലയിടങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പൊന്നുഷ സായൻ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ശ്രുതി അവിടെ ചേരാതെ വന്നിട്ടുണ്ട്. അനുപല്ലവിയിലുള്ള സംഗതിയില്ലേ, അത് ആമുഖം എന്ന് എഴുതുമ്പോൾ അതെങ്ങനെയായിരുന്നു? അത് കുറച്ചുകൂടി ഈസിയർ ആയിട്ടും ക്ലാരിറ്റിയിലാണ് വേണം കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെ, ശ്രദ്ധ വേണേ മധു? തീർച്ചയായിട്ടും അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്, വളരെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല സെലക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കും മിസ് ചെയ്തത് ആ ഡൈനാമിക്സ്. ഇപ്പൊ പറഞ്ഞ മോഡുലേഷൻസ് എം ജെ പറഞ്ഞില്ലേ, അത് എനിക്ക് ശരിക്കും മിസ് ചെയ്തു. എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കുറച്ചും കൂടി ഒന്ന് വേണമെന്ന് എനിക്ക് തോന്നി. പിന്നെ നിൻവ്യഥയോരോ സന്ധ്യകളായൻ താഴ്വരാന്നാ കേൾക്കുന്നത് പാടി വരുമ്പോ. താഴ്വര, അത് ഒന്ന് പാടി. നിൻവ്യഥയോരോ സന്ധ്യകളായൻ താഴ്വര. കറക്റ്റ്, ഇതാണ് വേണ്ടത് കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി. നല്ലൊരു എന്താ പറയാ, ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നേരത്തെ ഉള്ളതിനേക്കാളും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. അമൃതക്കുട്ടി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. എം ജി സാർ പറഞ്ഞ പോലെ അതിന്റെ മോഡുലേഷൻസ് ആണ് ഈ പാട്ടിനെ ഭയങ്കര ടഫാക്കുന്നത്. ഓരോ പാട്ടിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന
ചില ഏരിയാസ് ഉണ്ടല്ലോ, ആ. ചിലപ്പോൾ അതിന്റെ സംഗതികളായിരിക്കാം, ചിലപ്പോൾ അതിന്റെ എന്താ പറയാ നോട്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഹൈയും ബേസും ഒക്കെ വരുന്ന പാട്ടാകുമ്പോൾ ഇങ്ങനെ ഓടിച്ചു ചാടി മറിഞ്ഞൊക്കെ പാടേണ്ടി വരും. പക്ഷെ ഈ പാട്ടിന് അതിന്റെ മോഡുലേഷൻസ് ആണ് അതിനെ ഇത്രയധികം Beautiful ആക്കുന്നത്. അതെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഹൃദയത്തിൽ touch ലെവലാണ്, ചെയ്യിപ്പിക്കുന്നു. അടിപൊളിയാണ്. അപ്പൊ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചോയ്സ് ട്ടോ അമൃതക്കുട്ടി. ഓവറോൾ ഗ്രേറ്റ് ജോബ്. താങ്ക് യു. ഓക്കെ, മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിനുകുട്സ്, എന്തോ എനിക്കൊരു വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ഓ. കാർത്തിക്കിനെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു ഓ എന്നുള്ളതാണ്. അപ്പൊ കാർത്തിക്കിന്റെ ഏത് പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷാ. ഓക്കെ, അത് ഏത് പാട്ടായിരുന്നു? അത് അകലെ എന്നുള്ള പാട്ടായിരുന്നു. ആ, അതായിരുന്നു. ആ, കാർത്തിക് അപ്പൊ ഒരുപാട് പാട്ടുകൾ പിന്നെ എനിക്ക് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. മാത്രമല്ല കാർത്തിക് മലയാളത്തിൽ പാടിയ പാട്ടുകളും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓ അതെ, അതെ. ബ്യൂട്ടിഫുൾ സോങ്. എത്രയോ പാട്ടുകൾ ഇഷ്ടം പോലെ. അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പൊ കാർത്തിക്കിന് ഒരു വലിയ ഹായ് ഫ്രം Hi, കാർത്തിക്. സീസൺ 6. പിന്നെ മീനുകുട്ട, എന്തോ ഈ നീലത്താമര എന്ന് പറഞ്ഞ സിനിമ എത്ര സൗന്ദര്യമാർന്നാണ് നമ്മുടെ ലാൽ ജോസ് ചെയ്തിരിക്കുന്നത്. പഴയ അതെ. പഴമ നിലനിർത്തിക്കൊണ്ട് അല്ലേ? അതെ. അത് മാത്രമല്ല നമ്മുടെ മെലഡി കിങ് വിദ്യാജിയുടെ വിദ്യാജി. സംഗീതം. Yes. യെസ്. ആ ഒരു നൊസ്റ്റാൾജിക് വാക്ക് വേ ഉണ്ടല്ലോ, ആ അതെ. ഒരു പാത്ത് വേ, അതെ. അത് തീർച്ചയായിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ. അതെ, ഇപ്പൊ അതെ. ഞാൻ പഴയ കാലത്ത് എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ എൻജോയ് ചെയ്ത് കമ്പോസ് ചെയ്ത സിനിമകൾ ഞാൻ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഉം. എന്നും നിന്റെ മൊയ്തീനും അതുപോലെ ഉം. മാണിക്കക്കല്ലും ഒക്കെയാണ്. മാണിക്യക്കല്ല്. ആ. ഈ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സ്കൂള് അതെ. മണാൻമല Yes. Yes. സ്കൂളുണ്ട്, ഒരു സർക്കാർ സ്കൂളാണ്. ആ, അതെ. അപ്പൊ അതിന്റെ കഥ പറയുന്നുണ്ട്. അപ്പൊ സ്കൂളും ആ സ്കൂളിന്റെ ഒരു വൈബും ഒരുപാട് നമ്മുടെ പഴയ പഴയ കാലത്തിലേക്ക്. കാലം ഓർമ്മിക്കുന്ന അല്ലേ? ഉം. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് എത്ര അധികം വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. അല്ല, അന്ന് മാറ്റം. കുറെ ബിൽഡിംഗ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടന്നിരുന്നു അല്ലേ? ആ. ചിലപ്പോ നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോ ഓടൊക്കെ തലയിലിരുന്ന് ഇപ്പൊ എല്ലാ സ്കൂളുകളും അപ്ഡേറ്റ് ആയി, എല്ലാം റിനോവേറ്റ് ഇപ്പൊ ചെയ്ത് smart നല്ല classകളാണ്. എല്ലാം സ്മാർട്ട് എല്ലാം. ക്ലാസ്സുകളായി, ആ. എല്ലാം അടിപൊളിയാക്കി ഇപ്പൊ. ഭയങ്കര അടിപൊളി Yes, yes. സ്കൂളാണ്. അല്ല, പണ്ടൊക്കെ ഈ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു ജൂണിൽ തുടങ്ങുമല്ലോ, ഉം. തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കിട്ടുന്നത്. അതെ, അതെ, അതെ. ആ രീതിയിലേക്കാണ്. ഇപ്പൊ ഇപ്പൊ നേരത്തെ അതും കിട്ടും. നേരത്തെ ഇപ്പൊ തന്നെയായി. ടെക്സ്റ്റ് ബുക്ക് ഒരു മാസം നേരത്തെ കിട്ടും. ആണോ? സ്കൂൾ Yes, yes. തുറക്കുന്നതിന് മുന്നേ കിട്ടും നമുക്ക്. അതെ, അതെ, അതെ. യെസ്. അപ്പൊ അമൃതക്കുട്ടിയുടെ സ്കൂൾ എങ്ങനെ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ആ. എല്ലാം ഉണ്ട് സ്കൂളില്. എല്ലാം ബെഞ്ച്, Smart ഡെസ്ക്, class ആ? സ്മാർട്ട് ക്ലാസ്സസ്. സ്മാർട്ട് ക്ലാസ്, പിന്നെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. ആഹാ, കൊള്ളാലോ. അടിപൊളി. അടിപൊളി, അടിപൊളി. എല്ലാം. ഹാപ്പിയാണ്. നമ്മൾക്കതൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടെ സ്കൂളിൽ ചേർക്കുന്ന. നിങ്ങളൊക്കെ അത്ര ഭാഗ്യം ചെയ്തല്ലേ? മനുഷ്യന്റെ ഒന്നും കൂടെ സ്കൂളിൽ പോകുന്നോന്ന്. അതെ, ശരിക്കും ആഗ്രഹം തോന്നാറുണ്ട് എനിക്ക്. ഒന്നുകൂടെ സ്കൂളിൽ പോകാതല്ലേ? നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം AI പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. AI ഉണ്ട്, AI. കോളേജിലൊക്കെ ഉണ്ട്, സെപ്പറേറ്റ് സബ്ജക്ട് ആയിട്ട് തന്നെ ഉണ്ട്. റോബോട്ടിക്സ് അതുപോലെ ഉണ്ട്. പല പുതിയ സബ്ജക്ട്സും ഉണ്ട്. അത് നല്ലതാണ്, പുതിയ കാലത്തിന് അതെ, ഏറ്റവും അതെ. ഉതകുന്ന കാര്യമാണ്. അതെ, അതെ. ഇപ്പൊ പലവരും ഈ പ്രൈവറ്റ് സ്കൂളിൽ ഭയങ്കര സൗകര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് കുറെ പേര് അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ അത് സൂപ്പറാണ്. സൂപ്പറാണ് ഇപ്പോഴത്തെ. അതുപോലെ ഇപ്പൊ ഫുഡിന്റെ ശരിക്കും കാര്യമൊക്കെ അതെ. അതെ, ഇപ്പൊ ശരിക്കും പഠിക്കാൻ സ്കൂളിൽ പോകാൻ അത് മാത്രമല്ല ചേട്ടാ, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ഫുഡിംഗ് പരിപാടികളും Fooding, ഇപ്പോൾ അതെ. ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കിട്ടും, ലഞ്ചും ഉണ്ട്, മുട്ടയും പാലും. എല്ലാം ഉണ്ട്. അത് എനിക്ക് ഇത് സംബന്ധിച്ച ഒരു ഓർമ്മയുണ്ട് കേട്ടോ, പ്രത്യേക ഓർമ്മയാണ്. കാരണം നമ്മുടെ സ്കൂളിലെ MMRHSലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് മണ്ണന്തല വേലായുധൻ നായർ സാറായിരുന്നു. ഉം. അപ്പൊ അദ്ദേഹം അതേത് സ്കൂളായിരുന്നു? MMRHS ഞാൻ MAMHS പഠിച്ചു. MAMHS ഓ, ഒരു 6ന്റെ വ്യത്യാസം. അതെ. അപ്പൊ അങ്ങനെ മണ്ണന്തല സാറിനെ എല്ലാവർക്കും പേടിയാ. ആ. കാരണം എപ്പോഴും കയ്യിൽ ചൂരലുണ്ടാവും, ഉം. 1 or 2 ഒക്കെ ഉണ്ടാവും. ഉം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെറുതെ നടക്കുമ്പോഴും എനിക്ക് കിട്ടാറുണ്ട്, പലർക്കും കിട്ടാറുണ്ട്. എന്റെ സ്കൂളിൽ അത് ഇട്ടൂപ്പ് മാഷായിരുന്നു. എപ്പോഴും അടി കൊണ്ട്. ഇവർ രണ്ടും വ്യത്യസ്തരല്ല. ആ. അപ്പൊ രാവിലെ ഈ ദിവസവും പ്രാർത്ഥന പാടുന്ന ഞാൻ ആ. ശാന്താകാരം ഭുജഗശയനം ഇത് പാടണം. ഉം. അപ്പൊ ചില ദിവസം വണ്ടി കുറച്ച് ലേറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്താനായിട്ട് കുറച്ച് താമസിക്കും. ഓ, ആ. അപ്പൊ ആദ്യം പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് പോകണം. അപ്പൊ തന്നെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മുള്ളാൻ മുട്ടുന്ന ഒരു ഒരവസ്ഥ. ഒരവസ്ഥയിലേക്ക് വരും. അപ്പൊ ആ റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും സാർ ഇങ്ങനെ ചുവന്ന കണ്ണുകളുമായി ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഓ, ഒരു 2 ചൂരൽ കയ്യിലുണ്ടാവും. ആ. അപ്പൊ ആ മേശയിലോട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കാൻ പറയും. എന്നിട്ട് ബാക്കിൽ നിന്ന് ഒരു 2-3 പേട അങ്ങോട്ട് കിട്ടും. അതെ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇങ്ങനെ ഓ. അതന്നെ. അങ്ങനെ കേൾക്കാം.
അത് കഴിഞ്ഞിട്ട് പറയും പാട് ഇനി പാട്. അപ്പൊ അങ്ങനെ ശാന്താകാരം അയ്യോ അങ്ങനെ പാവം കുട്ടി. കരഞ്ഞ് പാടിയിട്ടുണ്ട് അത് പ്രാർത്ഥന. അത് പാടാനൊക്കെ അല്ലേ, ഇത് വർത്തമാനം പറച്ചില് ഇടി, അതൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണത്. അതെ അതൊക്കെ ടീസി തന്നു വിടുന്ന കേസ്. അല്ല ഇപ്പോഴത്തെ സ്കൂളിലാണെങ്കിൽ മറ്റേ റോബോട്ടിക്സ്, AI, 3D മോഡലിംഗ് ഇതല്ലേ പഠിപ്പിക്കണേ. നമ്മൾ പോകുമ്പോൾ ഒരു റോബോട്ട് പ്രിൻസിപ്പിൾ ഫുൾ AI ഇൻഫർമേഷൻ വെച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് 3D മോഡൽ കൊണ്ടുണ്ടാക്കി വടിയെടുത്ത് അടി. അതാവുമ്പോ ആർക്കും ഒന്നും പറ്റില്ല. അല്ല അന്നൊക്കെ നമ്മുടെ ഹീറോ എന്നുള്ള ജയനും നസീറൊക്കെയാ. അപ്പൊ ഓ അപ്പൊ ഞാൻ മിക്കപ്പോഴും ജയനാണ്. അപ്പൊ മനസ്സിൽ. എന്റെ മനസ്സിൽ എല്ലാരും ഇങ്ങനെ നിൽക്കും. എല്ലാരും വന്ന് കംപ്ലൈന്റ് പറയും. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയും. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എണീക്കും, എന്നിട്ട് പോയി ഇടിക്കും. അതെ, അപ്പൊ തന്നെ കൊണ്ടുപോകും പ്രിൻസിപ്പളുടെ റൂമിലേക്ക്. ഹെഡ് മാസ്റ്റർ അന്ന് ഹെഡ് മിസ്ട്രസ്സാ. അപ്പൊ ഇടിച്ച് ലഡ്ഡു പോലെയൊക്കെ ആവും നെറ്റി ഞാൻ അടിച്ചിട്ട് മറ്റേ പിള്ളേരുടെ. എന്നിട്ട് അപ്പൊ ടീച്ചർ വന്നിട്ട് എന്ന് പറയും, കുറച്ച് വെള്ളം എടുത്തിട്ട് എന്നോട് പറയും അവന്റെ നെറ്റിൽ തിരുമ്പടാ. തിരുമ്മി ഇടിക്കുന്നതും തിരുമ്മി കൊടുത്തു. എന്നിട്ട് അവസാനം പിന്നെ ഹെഡ് മിസ്ട്രസിന്റെ റൂമിലേക്ക് വിളിക്കും, ചുമരിലിട്ട് ഇടിപ്പിക്കും. നീ അവന്റെ മുഖത്തിട്ട് ഇത് ഇടിച്ചില്ല, നീ സ്കൂള് പോലീസ് സ്റ്റേഷൻ. ചുമരിലിട്ട് ഇടിക്കണം. അങ്ങനെ കുറെ ചുമരിലിട്ട് ഇടിച്ചതിന് ശേഷം കുറെ ചോക്ലേറ്റ്സ് തരും. അപ്പൊ ഞാനത് ശീലമാക്കി. അങ്ങനെയാണ്. ഒരു പ്രത്യേക ജീവിതം അല്ലേ അത്? അതെ, കാരണം ഇത് ഇടിയെല്ലാം കഴിഞ്ഞ് എനിക്ക് ചോക്ലേറ്റ്. ഇന്ന കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം ഒത്തിരി മാറി വ്യത്യാസമാണ്. മറിഞ്ഞു. സ്കൂളൊക്കെ വളരെ അപ്ഡേറ്റഡ് സ്കൂളുകളാണ്. പുതിയ 550 സ്കൂളുകളാണ് ഇപ്പൊ പുതിയതായിട്ട് സർക്കാർ സ്കൂളുകളാണ് അപ്ഡേറ്റ് ചെയ്തത്. എല്ലാം ഹൈടെക് ഫെസിലിറ്റിയോട് കൂടി. അപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഉറപ്പായിട്ടും. സൈബർ സെക്യൂരിറ്റി, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, അങ്ങനെ പല വിഷയങ്ങൾ, AI അല്ലേ? അതെ, റോബോട്ടിക്സ്, 3D മോഡലിംഗ് അതെ. എല്ലാം ഉണ്ട്. അതെ. അപ്പൊ റിയലി ഹൈടെക് സർക്കാർ സ്കൂളുകളാണ് ഇപ്പൊ, അതെ. അല്ലേ അമൃതക്കുട്ടി? മാർക്ക് വേണ്ടേ? എത്ര കിട്ടുമായിരിക്കും? എത്രയെങ്കിലും മതിയെന്നല്ലേ? ഒരു കാര്യം ചെയ്യും, 100 2.5 കുറച്ചോ. നേരത്തെ പറഞ്ഞിരുന്ന ഒരു 0.5 കൂട്ടിക്കോ. 97.5. അപ്പം അമൃതം സുപ്രഭാതം ഗോയിങ് ടു ബി അവാർഡഡ് 97.5 on 100 ടുഡേ. ഹാപ്പി അല്ലേ? നമ്മള് ഗസ് ചെയ്തതിനെ കഴിഞ്ഞും കൂടുതൽ കിട്ടി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. മാമൻ വരാൻ പറയുന്നത് മറക്കരുത് കേട്ടോ. പിന്നെ പാട്ട് പഠിത്തം ഒക്കെ അടിപൊളിയായിട്ട് നടക്കണം. ഇപ്പോ ഓരോ എപ്പിസോഡ് കഴിയും തോറും നമുക്ക് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. ഭയങ്കര കടുത്ത മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ റൗണ്ട്സ് വരുന്നു. മത്സരം മുറുകി. മത്സരം മുറുകി. അതെ, കാരണം ഇപ്പൊ കുട്ടികളൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ട് മിക്കവർക്കും മധുരമഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കണം. നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ കാര്യം പറഞ്ഞ പോലെ സിംഗറിലെ പാട്ട് പഠിത്തവും ഭയങ്കര അപ്ഡേറ്റഡ് ആവണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Thank you. ബൈ. Bye. Bye. ഗുഡ് നൈറ്റ്. Good night. മധുങ്കൾ, ഇനി കുറച്ചു നാളായിട്ട് കാണാതിരുന്ന ഒരു അമ്പത്തൂർ സിംഗത്തെ നമ്മൾ ഇറക്കാൻ പോവാണ്. വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. അല്ലേ അമ്പത്തൂർ സിംഗമേ, വാങ്ക വാങ്ക. ഓൾ ദ ബെസ്റ്റ്. വെൽക്കം ഉദ്ദേശിച്ച്. കൊറേ നാളായി റൈക്ക കുട്ടീനെ കണ്ടിട്ട്. എങ്ക പോയിരുന്നേ? நானு சென்னைக்கு போயிருந்தேன். ஏன் என்னாச்சு? லாஸ்ட் ஷெட்யூல காணுமே. அது வந்து என்னோட பாட்டிக்கு கொஞ்சம் சுகமில்லை. அப்படியா? அதனால நாங்க வரல. அப்படியா? ഞാൻ റൈക്കക്കുട്ടിയുടെ ഫേവറേറ്റ് ആളെ കണ്ടു. ആരായിരിക്കും? വിനി ചേച്ചി. യെസ്, ഐ സോ വിനി മാം. എന്റെ അടുത്ത് ചോദിച്ചു എന്റെ കുട്ടി എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിടുക്കിയാ, കാണാൻ തന്നെ ഐശ്വര്യ റായിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ലേ, ഒരു ഐശ്വര്യ റായി ടച്ച് ഇല്ലേ അവക്ക്? நான் நெக்ஸ்ட் எபிசோட் வரது உங்களுக்கு எல்லாருக்கும் ஒரு சர்ப்ரைஸ் கொண்டு സർപ്രൈസാ? ഓ, എന്നാ സർപ്രൈസ്? அது சொல்ல மாட்டேனே. ഒന്ന് നേരത്തെ പറയോ? നേരത്തെ പറഞ്ഞു. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും எல்லாருக்கும் சேர்த்து. அப்படியா? ஆமா. சரி சரி. இப்ப என்ன സർപ്രൈസ് സോങ് ഏത്? சர்ப்ரைஸ் சாங் வந்து என் கனிமலரே. അപ്പൊ ഇന്ന് കണിമലരോட ഇനിഷ്യൽ தானே എൻ? എൻ കണിമലരേ. அப்படியா? ചിലപ്പോ ആന എൻ சொல்றது. ചിലപ്പോ എന്നുള്ളതിന് തമിഴ് എന്താ? ചിലപ്പോனா ചിലപ്പോത്. அப்படியா? லைக் ചിലപ്പോ മേബി. മേബി. അത് Maybe English അല്ലേ? തമിഴ് താൻ കേക്കറാങ്ക. തമിഴില് ചിലപ്പോ തന്നെ. ചിലപ്പോൾ താൻ. ചിലപ്പോ ചിലപ്പോ എന്ന് പറയാം തമിഴില്. അച്ഛനോട് ചോദിക്കട്ടെ. സിലബോത്. അതാണ് സിലപ്പോത്. അതാ அது தூய தமிழ். തമിഴെല്ലാം തിരിയണോ? അതെല്ലാം என்ன റൈക്ക இந்த மாதிரி? எனக்கு வந்து ஐயர் தமிழ் தான் தெரியும். அது கொஞ்சம் மலையாளமும் இது கலந்ததுனால. என்ன தமிழ்னு சொன்னது? அப்பா வந்து செந்தமிழ் சொல்றா. செந்தமிழ். வீட்டுல செந்தமிழ் தானா? அல்ல. செந்தமிழ் நாட்டு
தமிழச்சியே அந்த தமிழ் அந்த தமிழ் கிடையாது. இப்ப நான் பேசுறேன் அந்த தமிழ் தான். அந்த தமிழா Yes. ரொம்ப வண்டர்ஃபுல்லா ஆகட்டும். ஓகே, நல்லா பாடுங்க. நல்லா பாடுங்க. thank you, ஓகே, ஆல் தி பெஸ்ட். thank you. വെരി നൈസ്, വെരി നൈസ്. റൈക്ക കുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പാടിയത്. നല്ല വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ്. പല സ്ഥലങ്ങളിൽ ലയിച്ചിരുന്നു, എന്നാൽ ചില സ്ഥലങ്ങളിൽ ശ്രുതി കുറച്ച് ചേരായകണ്ടായിരുന്നു, മൈന്യൂട്ടായിട്ട്. പ്രത്യേകിച്ച് അനുപല്ലവിയില് കാലമായി, തരളിത ഭാവം, സെക്കൻഡ് ഇതിൽ ഈറൻ കാലമായി, അവിടെയൊക്കെ എനിക്ക് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. പല ഭാഗങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സസ്റ്റെയിൻ നോട്ട്സ് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നി അക്ഷരങ്ങൾക്കും. പ്രത്യേകിച്ച് കഥ എങ്ങനെയാണ്? കഥയല്ല, കഥ THA കഥ.
കഥ ആ കഥ യെസ് കഥ. ആ, ഓക്കെ, അങ്ങനെ കുറച്ച് പാട്ടിന് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നി, കുറച്ചും കൂടി ഡൈനാമിക്സ് ഒക്കെ ഉണ്ടായാൽ എന്ന് എനിക്ക് തോന്നി ചെറുതായിട്ട്. ബാക്കി പല ഭാഗങ്ങളും എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഓക്കെ, താങ്ക് യു നൈസ്. താങ്ക് യു ഇംപ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ, നല്ല Thank ഇംപ്രൂവ്മെന്റ് you. ഉണ്ട്. ഓക്കെ, ഏതോ കീർത്തന എല്ലാം പാടി ഇൻസ്റ്റാഗ്രാമിൽ പോട്ടിരുന്നേളെ நான் பார்த்தேனே. ஆமா. எந்த கீர்த்தனை அது? அது வந்து தருணமே தேனம்மா சொல்லிட்டு அது எப்படி? தருணமே தேனம்மா ఈ పవ తరుణోపాయము తెల్పి పాలింప తరుణమే தேனம்மா ఈ పవ తరుణోపాయము తెల్పి పాలింప తరుణమే தேனம்மா. நைஸ் நைஸ். ஆஹா, புதுசா beautiful. கத்துண்டது அது. ஆமா பின்னி பின்னி என்ன கூப்பிடுறாங்க? பின்னி சேச்சி பின்னி சேச்சி சொல்லி கொடுத்ததா? ஓகே ஓகே, நல்லா இருக்கு. தேங்க் யூ ரைக்க குட்டி ஓ. என்ன ப்ரோக்ரஸ் பா, பியூட்டிஃபுல்லி you. பியூட்டிஃபுல்லி அவ சாங். அந்த Thank you. ஃபீல் இருக்குல்ல ரைக்க பேபி, அது அதே, அதே. ரொம்ப எனக்கு இங்க கிடைச்சிருக்கு அந்த இந்த ஃபீல். பாட்டுக்கு கரெக்டான ஃபீல் கொடுத்தது. ஆமா, தேங்க் யூ കറക്റ്റ് ഫീൽ. എസ്പെഷ്യലി ഐ ലവ് പല്ലവി. ആ Thank you. പല്ലവി പാടിയത് ഭയങ്കര നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കേൾക്കാൻ Thank വേണ്ടിയിട്ട്. you. ഓക്കെ റൈക്ക ബേബി. പിന്നെ തൂ മോഹമെഴുന്നു എന്നുള്ള ഭാഗത്ത് കുറച്ച് ക്ലാരിറ്റി, എന്നുള്ളിൽ ഏതോ മതം, അത് എൻ്റെ ചെയ്യുന്ന ആ ഭാഗത്ത് ചെറിയൊരു ക്ലാരിറ്റി കുറവും, പിന്നെ കുഞ്ഞു ബ്രെത്ത് ഇഷ്യൂസും ആയിട്ടാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു മോക്ക് കോൾഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ. ബാക്കിയൊക്കെ ഓവറോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു റൈക്ക ബേബി. தேங்க் யூ ഓൾ ദ ബെസ്റ്റ് ബേബി. தேங்க் யூ ரைக்க பேபி, ஓ சில நேரம் ஆ. சில மனிதர்களுக்கு ஆ. அந்த கோல்டு வர்றது ரொம்ப நல்லது. ஏன் ஆமா அது ஆமா. ரொம்ப மேட்சிங் ஆயிடும். ஆமா, ம் நேச்சுரலி ஆ. இப்ப வந்து இந்த கோல்டு இருக்குல்ல, ம். அது வந்து சாங்குக்கு பிளஸ். ஓ எப்படி இது? thank you. அது தெரியலே. அப்ப கோல்டுக்கு கொஞ்சம் அப்ளாஸ் கொடுக்கலாம். ஓகே தேங்க் யூ நீங்க அப்படி இந்த மாதிரி சாங்ஸ் எல்லாம் செலக்ட் பண்றது. அப்ப வந்து ஒரு பாட்டுக்கு நான் மும்பை போகும்போது ஆ. அங்க ஸ்ரேயா தான் பாடினான். ஆ. அப்ப வந்து அவர் சொன்னது எனக்கு வந்து கோல்டு இருக்கு, கொஞ்சம் ஃபீவர் இருக்கு, அந்த மாதிரி எல்லாம். இப்ப நான் சொன்னது லெட்ஸ் ட்ரை இட் அவுட். ம். அப்ப வந்து ஸ்டுடியோல வந்தது. அப்ப இந்த கண்ணோண்டு சொல்லணு பின்னாண்டு மின் அந்த சாங் தான். ஆ. அப்ப வந்து குரல் கேட்கும்போது கொஞ்சம் டிஃப்ரெண்டா இருந்தது. அந்த கோல்டு வந்து சாங்க்கு பாசிட்டிவா ஒர்க் பண்ணுது. அப்ப நான் சொன்னது இதே வச்சுட்டு பாடணும். அது வரும்போது ஸ்ரேயாவோட அந்த வாய்ஸோட ஒரு டேம்பர் இல்லையா, அது கொஞ்சம் டிஃப்ரெண்டா இருக்கும் ആ പാട്ടില്. ദാറ്റ് വർക്ക്സ് ഫോർ ദ സോങ്. യെസ് യെസ്. ഇതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ജ്വാലയായി സീരിയലിന്റെ ടൈറ്റില് മമ്മൂക്ക ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത സീരിയലാണ് അത്. അപ്പൊ അതില് റെക്കോർഡിങ്ങിന് എന്നെ വിളിച്ചു. രമേശ് ഏട്ടനാണ് മ്യൂസിക്, രമേശ് നാരായണൻ, പണ്ഡിറ്റ് രമേശ് ജി. അപ്പൊ അദ്ദേഹമാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ഭയങ്കര കോൾഡ്, എനിക്ക് എന്ന ശബ്ദം ഇരിക്കണേ സംസാരിക്കുമ്പോൾ. ഞാൻ അവിടെ തിരുവനന്തപുരത്താണ് റെക്കോർഡിങ്. അവിടെ എത്തി, ഇത്രയും ദൂരം യാത്രയെല്ലാം ചെയ്ത് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഇത് ഇന്ന് പാടണില്ല, ഭയങ്കര കോൾഡാണ് എനിക്ക്. എടാ നീ ഇങ്ങനെ പാടി നോക്ക്, ചിലപ്പോൾ ഇത് മാച്ച് ആവും, നീ ഇന്ന് പാട്, നീ ഇത്രയും ദൂരം വന്നതല്ലേ, നീ ഇന്ന് പാടി നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാടാൻ തുടങ്ങി. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ രമേശോട് പറഞ്ഞു, എടാ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. അതെപ്പോഴും ആരൊക്കെയോ എനിക്ക് അയച്ചു തരുന്നുണ്ട് പണ്ട് പാടിയത്. ഇത് ഏറ്റവും അധികം തവണ കേട്ടുള്ളത് ഞാനായിരിക്കും. കാരണം ആ സീരിയലിന്റെ ഒരു 700 എപ്പിസോഡ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ദിവസം വരുമ്പോഴും മകരം ഈ മകരം വേറൊരു പണിയില്ല ഈ മകരത്തിന്. അതിന്റെ റീ റെക്കോർഡിങ് വല്ല ആവശ്യമുണ്ടോ മധു? അതെ അതെ അതെ. அப்ப அந்த மாதிரி தான் இந்த கோல் தான் இன்னும் ரொம்ப அட்வான்டேஜஸ் பொசிஷன்ல உங்களை வச்சது அந்த டைமென்ஷன்ல பார்க்கும்போது. பட் யுவர் வாய்ஸ் பியூட்டிஃபுல். தேங்க் யூ. இப்போ ரைக்கா வந்து உங்களோட ஜேர்னி வந்து ரொம்ப சூப்பரா இருக்கு, நல்லா போயிட்டு இருக்கு. அப்போ ஒரு 95 கொடுக்கட்டுமா? 95 100ல 95 மேல கொஞ்சம் மேல மேல தூக்கு, கொஞ்சம் மேல ஏத்துருங்க கொஞ்சம் மேல. 97 ஆ 98 98 அது அதோட இடையில என்ன கிடைக்கும்? 97.5. It is going to be 97.5 for Raika today. അപ്പൊ റൈക്ക കുട്ടി മനസ്സിലായില്ലേ, നമുക്ക് കോൾഡ് വെച്ച് പാടി 97.5 വാങ്ങാൻ Yes. പറ്റും. അതെ അതെ. പറ്റും. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. പാട്ടൊക്കെ ഒത്തിരി നന്നായി പഠിക്കണം, റെസ്റ്റ് എടുക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Good night. അപ്പൊ ഈ സന്തോഷത്തിൽ നമ്മൾ അടുത്ത ആളെ വിളിക്കാൻ പോവാണ്. ഇനി വരാൻ പോകുന്ന ആള് കുട്ടിയാണോ?
വളരെ കുട്ടിയാണ്. കുട്ടി. പക്ഷെ അങ്ങ് മിണ്ടി തുടങ്ങിയാൽ ഞാൻ പറയട്ടെ, വലിയൊരു കുട്ടിയാണ്. എണ്ണകെട്ട കള്ളനാണ്. അതെ. അല്ലല്ല, ഉപ്പിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യനാണ്. ഉപ്പിലിട്ട പരിണാമം മനുഷ്യൻ. സംഭവിച്ചൊരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ നവനീത് സർ ആണ് എത്താൻ പോകുന്നത്. So let's welcome നവനീത് സർ on stage. ഹായ് ചേട്ടാ, മീന് പിടിക്കണോ? വേണമെങ്കിൽ ഇപ്പം മേടിച്ചോ. പിടിക്കണോ ചേട്ടാ? ആഹാ കൊള്ള. പാലക്കാട് അപ്പുറത്തുനിന്ന് വന്നതാണ്. ഓ, എവിടെ നിന്ന് വന്നാണ്? കടാപ്പുറം. കടപ്പുറത്തുനിന്ന്. കടാപ്പുറത്തുനിന്ന് വന്നതാണാ? നമ്മ കടപ്പുറത്തുനിന്ന് വന്നതാണ്. അത് ശരി. നമ്മ കട്ടപ്പെട്ട് പിടിച്ചതാണ്. ഓ, പുളിയിട്ട് വെച്ച നല്ല ടേസ്റ്റ് ആണ്. പുള്ളിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. മീനൊട്ടിക്ക് മീൻ കൂട്ടിക്കിടക്കാൻ നമ്മ മീനും കൊണ്ട് വന്നതാണ്. ഒരു കിലോ എടുക്കട്ടെ. ഈ ഓഫിയുടെ നിന്നെ എടാ. മീനൊട്ടി ചേച്ചിക്ക്. ഏത് മീൻ? മീനോട് ചേച്ചിക്ക് ഈ മീന് ഇത് എന്റെ കൊച്ച എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഏറ്റവും വലിയ മീൻ, ഉള്ളതിൽ ഏറ്റവും വലുത്. ഇത് ഏത് മീനാ ഇത്? ചൂരയാണോ ഇത്? ചൂര. ഷാർക്ക്. ഷാർക്ക്. ഓ, ഷാർക്കാണോ? കൊച്ചു മീനോട് ചേച്ചിക്ക് വേണ്ടി പിടിച്ചോണ്ട് വന്നത് ഷാർക്ക്. ഷാർക്കാണ്. ഓക്കെ. ഇത് ബ്ലൂ വെയിൽ. ആര്യ ചേച്ചിക്ക്. ഇത് Blue blue whale. whale. ബ്ലൂ വെയിൽ. ചേച്ചിക്ക് ബ്ലൂ ഞാൻ വെയിൽ. പറയാം. ബ്ലൂ വെയിലിനെ പിടിച്ചാണ്. ബ്ലൂ വെയിൽ. അതെ ബാക്കി മീനേതാ? ഞങ്ങൾക്ക് അതേതാ? കൊഴുവ. അതെ കൊഴുവ. ജംസ് മുട്ടായി പോലെ തിന്നാൻ പറ്റണമൊക്കെ നത്തോലി. നിങ്ങൾക്ക്, അതെ. വലിയ മീനൊക്കെ ഞങ്ങൾക്ക്. ആ, അതിന്റെ പേരെന്താ? ഇത് സിംഗ്രൈ. ആ, stingray. തെരണ്ടി തെരണ്ടി തെരണ്ടി. Stingray. സിംഗ്രൈ അത് തെരണ്ടിയാണ്. ഞങ്ങൾക്ക്. ആ, തെരണ്ടി. ആ, ഇത് മധുവങ്കൾക്ക്. അതെന്താ? അതെന്തിനാ ആ മീനും മധുവങ്കൾ? എന്ത് മീനാ? ഇത് ചാള മീൻ. ചാള. ഓക്കെ. നല്ലതാ. മധുവങ്കൾക്ക് ചാള. അമിനോ ആസിഡ്സ് കുറെ ഉണ്ട്. അതെ ഓക്കേ, നല്ലതാ. ചാളക്കകത്ത്. അതും ഞാൻ കൊടുക്കാം. അതെ, ഇത് ഏത് കടാപ്പുറത്ത് നിന്നാ കിട്ടിയേ? നമ്മ കൊച്ചിന്നാണ്, ചാലക്കുടി ചന്തയ്ക്ക് പോണ വഴിയാണ്. പോണ വഴി ഫ്ലോറിൽ നിന്ന് ഓ, അങ്ങനെ പിടിച്ചു ഓ, തിന്നാ. കൊച്ചിന്ന് മീൻ പിടിച്ച് ചാലക്കുടി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവാണ്. ഈ ബ്ലൂ വെയിലും ഷാർക്കും ഒക്കെ എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യാ? ഞങ്ങള് കടലിൽ പോയി, എന്നിട്ട് ഞങ്ങൾ ഒരു വലിയ നെറ്റ് അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ പണി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ നെറ്റ് വെച്ച് ഒരു വലിയ സ്രാവ് അവിടെ പോകുന്ന കണ്ടു. ഞങ്ങൾ അതിനെ ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോ? തോക്ക് വെച്ചോ? തോക്ക് വെച്ച് അതിനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തോക്ക് പിടിക്കാൻ അറിയാമോ? ഷൂട്ട് ചെയ്ത് പിടിച്ച മീനാ ഇത്. ചെയ്തിട്ട് അതെ. അതിനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പൊക്കിയെടുത്ത് ആ വലയിന്ന് നേരെ താഴത്തോട്ടിട്ട് ഒരു വലിയ എങ്ങാണ്ട് ലോറിന്ന് എങ്ങനെ എടുത്ത് അല്ല, ഒരൊറ്റ സംശയം. ഈ മീൻ ഇങ്ങനെ നിന്ന് തരുമോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്? മീൻ പോകുമ്പോ നമ്മള് വലിയൊരു ഷൂട്ടർ വെച്ച് ഇങ്ങനെ ചെയ്യണം. അടിച്ചാൽ നേരെ ചെന്ന് മീനിന്റെ നെഞ്ചത്തന്നെയല്ലേ കയറുന്നത്. ഓ, അത് ശരി. അല്ലേ അങ്ങനെയാണല്ലേ? നെഞ്ചത്തല്ലേ മീനിന്റെ കേറുന്നത്? നെഞ്ചത്ത് കേറല്ലേ? സ്രാവ് ആ വെടി കടിക്കാൻ നോക്കിയപ്പോഴേക്കും ഞാൻ ആ വെടിയുടെ ആ സാധനം ഇപ്പുറത്തോട്ടാക്കി. ഓ അപ്പോഴേക്കും നേരെ ചെന്ന് ഇങ്ങനെ നേരെ ചെന്ന് നെഞ്ചിക്കൊണ്ട് ചത്തങ്ങ് പോയി. ഇതുവരെ എത്ര മീനിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? 100 101 അത്രക്കുണ്ട്. 100 ഓ, 101 മീനിനെ 101 വെടിവെച്ച ആളാണ് ഇതാ നിക്കണേ. എന്റെ ദൈവമേ, വീരനാണല്ലോ. അയ്യോ ചേട്ടാ, big മഹാൻ. fan. യെസ്. Thank അപ്പൊ you. ചേട്ടാ, ഏത് മീനാണ് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ബ്ലൂ വെയിൽ അല്ലേ? ബ്ലൂ വെയിലും ഷാർക്കിന്റെ പല്ല് കളഞ്ഞിട്ട് എനിക്ക് കഴിക്കണം. ഓ ദേവി, ഇത് ചേച്ചി ഷാർക്കിന്റെ പല്ലിട്ട് അവന് കറി വെച്ച് കൊടുക്കരുത്. പല്ല് പല്ല് നഖമൊക്കെ മാറ്റണം. കളഞ്ഞിട്ട് വേണം പിന്നെ കൊടുക്കാനായിട്ട്. ബ്ലൂ വെയിൽ വെട്ടി 2 പീസ് പീസാക്കി ആക്കിയിട്ട് വേണം കൊടുക്കണം. കൊടുക്കാൻ. ആ. അപ്പൊ വറുത്ത് കഴിക്കണോ അതോ കറിയാക്കി കഴിക്കണോ? പിന്നെ എങ്ങനെ പച്ചക്ക് കഴിക്കണം? കഴിക്കും. മീൻ ഫ്രൈ. മീൻ മീൻ ഫ്രൈ ആണ്. ഫ്രൈ, ഫ്രൈ. പൊരിച്ച മീൻ. അല്ല, ഏത് മീനാ ഇഷ്ടം? ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലൂ വെയിലും. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ബ്ലൂ വെയിൽ ഫ്രൈ. അതെ. ബ്ലൂ വെയിൽ ഫ്രൈ. അല്ല, അത് എല്ലാവർക്കും കറിവേപ്പില വേണ്ട, വേണ്ട. കറിവേപ്പില ഇട്ട്. ആ. ഈ തിരണ്ടി എങ്ങനെ കറി വെക്കും? 2 പീസ് ആക്കിയിട്ട് നമ്മള് അതിനെ അല്ല, ഈ 2 പീസ് എങ്ങനെ? 4 പീസ് ഉണ്ട്. 4 പീസ് കട്ട് ചെയ്തിട്ട് ആ. വേറൊരു മീൻ എടുത്തിട്ട് ആ. അതിനെ അതിന്റെ മേളിൽ സ്ലൈസ് ചെയ്ത് വെക്കണം. അത് മൊത്തത്തിൽ 8. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ആ. ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആ. അതിനെ തേച്ച് വെക്കണം. തേച്ച് തേച്ച് എത്ര വെച്ചിട്ട് നേരം വെക്കണം? ഒരു 5-10 മിനിറ്റോ. ആ. എന്നിട്ട് നമ്മളില്ലേ, ആ. നമ്മൾ ഇത്തിരി സവാളയും തക്കാളിയൊക്കെ ഇട്ട് ആ. നമ്മള് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മള് മിക്സിയിൽ ഇട്ടിട്ട് അത് അരക്കണം. വെള്ളം ഒഴിക്കണം എന്തിനാ? ഈ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ. ഓ, സോഫ്റ്റ് ആകാനാണ് വെള്ളം ഒഴിക്കണം. ആ. സോഫ്റ്റ് ആവാൻ. വെന്ത് വരാൻ. എന്നിട്ട് നമ്മളതിനെ നേരെ മീനിലോട്ട് ഒഴിച്ചു വെക്കണം. ഉം. ഓ, അല്ലാതെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് വേറൊരു അടിയുണ്ട്. ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് ഉം. അതിനകത്തോട്ട് മീൻ ഇട്ടിട്ട് ഓ. ഇത്തിരി കടുക് ഇട്ടിട്ട് ആ. കടുക്. ഇത്തിരി ഈ
ഒരു ഇല ഇട്ടിട്ട് കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ട് ഒരില കറിവേപ്പില ഇട്ടിട്ട് നമ്മള് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം. 5 മിനിറ്റ് ആകുമ്പോ നമ്മൾ അത് തുറന്നു നോക്കുമ്പോ മീൻ റെഡി. ഇനി നമ്മള് മീൻ നേരെ ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇട്ടിട്ട് നമ്മള് ചോറ് ഇത്തിരി അരി നേരെ കുക്കറിലോട്ട് പിന്നെ മീൻ കറി തന്നെ കുടിക്കില്ലല്ലോ. ഇട്ടിട്ട് നമ്മള് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വീസൽ അടിക്കണ വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വീസൽ അടിച്ച് എത്ര വിസില? ഓ ഓക്കെ, ഇതുപോലെയാണ് വിസില്. അതെ, എത്ര വിസിൽ അടിക്കണം? ഒരു വിസിൽ മതി. പെട്ടെന്ന് വേവുന്ന അരിയാ. ഒരു വിസിൽ അടിക്കുമ്പോഴേക്ക് നമ്മൾ അതിനെ താഴ്ത്തിയിട്ട് നോക്കുമ്പോ സിമ്മിലിടണം തീയെ. നോക്കുമ്പോ നമ്മള് ഈ ചോറ് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര വെന്താതിരിക്കാൻ ഇത്തിരി കുറച്ചിടണം. കുറച്ചിട്ടിട്ട് കുറച്ചു നേരം പിന്നെയും ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോ ഈ ചോറ് വെന്ത് വരും. അപ്പൊ പിന്നെ ഒരു വിസിലടിക്കും. അപ്പൊ ഒരു വിസിൽ പറഞ്ഞ 2 വിസിലായി. ആ വിസിലേമോ തുറന്നു നോക്കണം ഒരെണ്ണം കഴിയുമ്പോ. ആ വിസിലാവും. അപ്പൊ നമ്മള് അടയ്ക്കണം. അടയ്ക്കുമ്പോ ആ വിസില് നിക്കും. എന്നിട്ട് തുറന്നു നോക്കുമ്പോ നല്ല ചൂട് ചോറ്. നമ്മൾ അതിന് ഇത്തിരി പാത്രത്തിലോട്ട് ഇടുക. പിന്നെ നമ്മൾ ഇത്തിരി സാമ്പാറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സാമ്പാർ എടുത്ത് അതിന്റെ മേളിൽ ഒഴിച്ചിട്ട് ഒരു പപ്പടം അങ്ങോട്ട് വെച്ചാ റെഡി. റെഡി സാധനം. എന്നിട്ട് കുറച്ച് അച്ചാറും എടുത്ത് വായിലിടുക. ഇത് തിന്നതിന് ശേഷം ടച്ചിങ്സിനായിട്ട് അച്ചാറും കൂടെ താങ്ക് യുടാ. ഇത്രയും വലിയൊരു സമ്മാനം തന്നതിന് ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഇത്രയും വലിയ ഒരാൾക്ക് സ്രാവ്, ഒരാൾക്ക് ബ്ലൂ വെയിൽ. അതെ, ഈ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞ സമയത്തല്ലേ നമുക്ക് ഇത്രയും വലിയൊരു സമ്മാനം. താങ്ക് യു. പിന്നെ ഞാനൊരു കോമഡി പറയാം. ഓക്കെ. അതൊക്കെ സീരിയസ് ടോക്സ് ആയിരുന്നു ഇത്ര നേരം. ജോലിനെ പറ്റിട്ട് ഇത്രയും നേരം സംസാരിച്ചത്. എത്ര പൈസ ഉണ്ട്? ഉണ്ട് കേട്ടോ, ശരിക്കും പൈസ ഉണ്ട്. എന്നെ കഴിഞ്ഞും പോക്കറ്റ് മണി ഉണ്ട് അവന്. ഈ പേഴ്സ് എവിടെന്നാ? പേഴ്സ് എന്റെ അമ്മൂമ്മയുടെ പഴയ പേഴ്സായിരുന്നു. ആണോ? ഈ പൈസ ഒക്കെ ആരാ തന്നേ? എന്റെ അച്ഛനെ കൂടുതൽ പൈസ. അത് കാരണം അച്ഛനാണ് റിച്ച്, റിച്ച് അച്ഛനാണ്. പക്ഷെ പേഴ്സ് അമ്മമ്മയുടേതാണ്. അതെ, കുറെ പൈസ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും റിച്ച് അച്ഛനാ. അതെ അതെ അതെ. എത്ര പൈസ ഉണ്ടാവും ഏകദേശം? അച്ഛന് HP ലാപ്ടോപ്പ് ഉണ്ട്, അത് ഗോൾഡൻ കളറാ. ഓ എന്റെ മോനെ, ഗോൾഡൻ ലാപ്ടോപ്പോ? അതെ. എന്നിട്ട് പിന്നെ അച്ഛന്റെ റൂം ഫുള്ള് ഗോൾഡനാ. ആണോ? സ്വർണം കൊണ്ട് ചേട്ടാ നാളെ കള്ളന്മാരുടെ അയ്യര് കളിയായിരിക്കട്ടെ അവിടെ വരും. വീട് നിറച്ച്. പിന്നെന്താ? അച്ഛൻ എന്റെ വീട്ടില് വന്ന ഉടനെ അച്ഛന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വന്നേ പിന്നെ അച്ഛൻ ഒരു ഗോൾഡൻ റൂം വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഒരു ഗോൾഡൻ കസേരയും ഒരു ഗോൾഡൻ ലാപ്ടോപ്പും ഒരു ഗോൾഡൻ ഡ്രസ്സും ബിസ്ക്കറ്റ് കച്ചവടാണോ? ഒരു ഗോൾഡൻ ബൈക്കും ഒരു ഗോൾഡൻ കാറും ഒരു ഗോൾഡൻ വീടും. ചേട്ടാ റിച്ച് ഞങ്ങള് വിചാരിച്ചു. പൊന്നപ്പെന്ന് വിളിക്കുന്ന അപ്പൊ കോമഡി എന്താ പറയുന്നത്? കോമഡി മരുന്ന് എന്താ? അത് പറയട്ടെ. ഒരാള് പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോലുണ്ട് കയ്യിലില്ലല്ലോ. എടാ മരുന്നെടുപ്പികളിൽ നിന്ന് നീ ഇതെടുക്കൂലോ? എടുക്കണ പിന്നെ മരുന്ന്. അതെ, അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ളൂ, അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമാണല്ലോ ഒളിപ്പിച്ചു നോക്കിയ. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ കയ്യിൽ കാണൂലല്ലോ. എടാ കഴുത താക്കോല് വേണമെന്ന് എനിക്കറിയില്ലേ. മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പോഴെന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ച് വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ച് വെക്കുന്നത് കൊണ്ടല്ലേ എന്റെ കയ്യിലല്ല എന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കാൻ
നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അത് ആരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ ചായ എന്റെ കൈയുടെ ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ തകലോടെ മരുന്ന് കപ്പില് അവിടെ വെച്ചേക്ക, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക, അവിടെ ഇരിക്കട്ടെ. അതെടുത്ത് വേണമെങ്കിൽ ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലല്ലേ ഉണ്ടാവുക. ആ, അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ ജയം പറഞ്ഞത്. ഒളിച്ചു വെച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. പോടാ പൊട്ടക്കണ്ട, എന്നെ മുന്നിൽ കൊണ്ടുവരുത്. പോടാ. ഇതാ പറഞ്ഞ അച്ചായം മണ്ടനാണെന്ന്. വെറുതെ ജയിലിൽ കിടക്കുന്നു. എന്റെ അമ്മോ. ഇതെങ്ങനെ ഇത്രയും പഠിച്ചെടുക്കണം? അതെ അതെ. ബ്ലൂ വെയിൽ വരെ എണീച്ചു. ബ്ലൂ വെയിൽ, ഇതേ നിനക്കൊരു സമ്മാനം. ബ്ലൂ വെയിൽ. താങ്ക് യുടാ. ഓ അല്ല, എനിക്കൊരു സംശയം. ഇന്ന് പാടാൻ വല്ല പരിപാടി ഉണ്ടോ? അതിനാണോ വന്നത്? പരിപാടി ഉണ്ട്. അതിനാണോ വന്നത്? മനസ്സിലായോ? പാട്ട് ചാലക്കുടി ചന്തക്കാണെന്ന് മനസ്സിലായി. അതന്നെ. ആ, സിനിമയുടെ ഡീറ്റെയിൽസ് പറയാമോ? വർഷം 2018. ഓ, പിന്നെ ഇതാരാ പാടിയ? കലാഭവമണി സാർ. യെസ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. യെസ്, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
സൂപ്പർ, സൂപ്പർ. നവനീതൂടാ ഒരു സംശയം ചോട്ടെ, നമ്മുടെ മീനുട്ടിയല്ലേ മീൻകാരി പെണ്ണായോണ്ടാണോ അങ്ങനെ വിളിച്ചത്? മീനുട്ടിയുടെ അർത്ഥം എന്താന്നറിയോ? എന്താ അർത്ഥം? മീനിന്റെ കണ്ണുള്ള കുട്ടി ജീവിന്നോ എന്താ നീ പറയാമെന്ന്? മീനിന്റെ കണ്ണുള്ള ജീവി. അത് മീനാക്ഷി, മീനാക്ഷി അല്ലേ? മീനാക്ഷി എന്ന് വെച്ചാ മീനിന്റെ കണ്ണുള്ള പെണ്ണ്. മീനിന്റെ കണ്ണുള്ള മീനിന്റെ ഷേപ്പ് ഉള്ള കണ്ണെന്ന. മീനിന്റെ ഷേപ്പുള്ള കണ്ണ്, കണ്ണുള്ളവൾ. അത് തന്നെ. കള്ളുള്ള കള്ളോ? കള്ളുള്ളവളല്ല. ഇപ്പൊ വേഷം കണ്ട കണ്ണുള്ളവൻ. ആ ഗുഡ് ബോയ്. ഭയങ്കര സംഗതിയായിരുന്നല്ലോ. അതെ. ഇതെങ്ങനെ ഇത്ര സംഗതിയൊക്കെ പാടിയത്? ഇതൊക്കെ എന്റെ അമ്മയും അമ്മൂമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണല്ലേ? ശ്ശോ, അതെ, അതുപോലെ തന്നെ. അവസാനത്തെ ചിരി. ഇതാരാ പഠിപ്പിച്ചേ? അമ്മ. പൊന്നപ്പൻ. അതാരാ? അമ്മമ്മ. അമ്മമ്മയോ? ഇതാണ് എന്റെ പല്ല് പറിച്ച അമ്മൂമ്മ. ഈ അമ്മൂമ്മയുടെ ആണോ? പല്ല് പറിക്കാത്ത അമ്മൂമ്മയാണോ? പറഞ്ഞില്ലേ അച്ഛന്റെ വയറ്റിന്ന് പുറത്തിറക്കാൻ പാടായിരുന്നു. ആ അമ്മയാണ് അമ്മ. അപ്പൊ ആ അമ്മൂമ്മയാണ് ഇപ്പൊ ചിരി പഠിപ്പിച്ചു തന്നെ? അല്ല, അതിന്റെ അപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന അമ്മൂമ്മയാണോ? എന്റെ സ്വന്തം അമ്മൂമ്മ. ഓ ആ അമ്മൂമ്മ ചിരിപ്പിച്ചേ കേക്കട്ടെ. അങ്ങനെ ചിരിച്ചേ അമ്മൂമ്മ, please. അമ്മൂമ്മ പേടിച്ച് ഒന്ന് ശരിക്ക് ആ ശരി. അയ്യോ അമ്മൂമ്മ ഇപ്പൊ ഓടും കേട്ടോ. അമ്മൂമ്മ നല്ലൊരു കൈ വെച്ചിരി. അതെ, എന്താ അമ്മമ്മ കഴിവ് എല്ലാരും അറിയട്ടെ. ചിരിക്കേ. ആ ചിരി പഠിപ്പിച്ചോളല്ലേ? ഇല്ല, അമ്മ സംഗതി ഇട്ടാ ചിരി പഠിപ്പിക്കണേ. എങ്ങനെ? ഞേ, ഹേ, 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 ഹേ. അങ്ങനെ വലിയ സംഗതി തന്നെ. ഓ, അങ്ങനെ വലിയ അങ്ങനെ techniques ഒക്കെ വിശദീകരിച്ചാ ഉണ്ട്. ഭയങ്കര സംഗതി, ഭയങ്കര സംഗതി. കാറിന്റെ മെക്കാനിക്കൽ. അല്ല ഇങ്ങനെയല്ലേ? ഞേ, ഹേ, 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 ഹേ. അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞ എവിടം വരെ ചെയ്യുന്നറിയ ആ. 11 ഉണ്ടോ? ഓ അത് ശരി. ഓ 12 ഇപ്പൊ. ഓക്കെ ഓക്കെ. എന്ത് രസമായിട്ട് പാടിയത് മേളിലൊക്കെ. അതെ, മീൻകാരി പെണ്ണിനെ അവിടെ കണ്ടു. മേളിലല്ല. അതെ, ഇതാണ് മീൻകാരി പെണ്ണ്. ഞാന് മീൻകാരി പെണ്ണ്. കാല് വെച്ചത് കെട്ടിപ്പിടിച്ചു. അതെ. എന്റെ അതുകൊണ്ടും കണ്ട എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അയ്യോടാ. ആണല്ലേ? ഉറപ്പാ. നവനീതോട്ടാ, ഇതെങ്ങനെ ഈ വരി മുഴുവൻ പഠിച്ചെടുത്ത്? എന്റെ അമ്മൂമ്മ ക്ലിയർ ആക്കി തന്നത്. ഓക്കെ, ഇതിന്റെ വരി. മറ്റേ ആ കോമഡിയുടെ വരികളോ ഡയലോഗോ? അതെന്റെ അച്ഛൻ. അത് അച്ഛൻ. പക്ഷെ പാട്ട് പൊളിച്ചു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് കൊണ്ടുതന്ന ബ്ലൂ വെയിലിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേറെ ലെവൽ ഇല്ലേ മച്ചേട്ടാ? അതെ, പാട്ട് അടിപൊളിയായിരുന്നു പാട്ട് അല്ലേ? അടിപൊളിയായിരുന്നു. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു, താങ്ക് ആ യു. വേഷം കൊള്ളാട്ടോ. അത് എപ്പോഴും സ്ഥിരാക്കാൻ നല്ലതാ. ജംഗിള് എന്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കൈ അടിക്കാൻ MJ അങ്കിളിന് കയ്യൊക്കെ നേരത്തെ തോന്നണ്ടേ? നേരത്തെ കൊടുത്ത സമ്മാനം ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്കൊക്കെ എനിക്ക് വലിയ ഇഷ്ടപ്പെടില്ല. മീനെ വലിയ മീൻ തന്നിട്ട് തന്നിട്ട് എനിക്ക് ഈ ചെറിയ മീനും തന്നിട്ട് ഒരു ഞാൻ കൈ സ്റ്റിംഗ്രയില് അടിക്കണം. ഒരു കൊടുത്തതിന്റെ തെരണ്ടി സങ്കടം. കൊടുത്ത് കൈ പിടിക്കാൻ. തെരണ്ടി തന്നിട്ട് കൈ എനിക്ക് അടിക്കാം. തെരണ്ടി ബ്ലൂ വെയിലിനെക്കാട്ടും കുറച്ച് മീഡിയം സൈസ് ഉള്ളതല്ലേ? എനിക്കാണെങ്കിൽ ഒരു ചാളയും. അതെ, നമുക്കൊന്നും കൈ അടിക്കണ്ട. മധുവങ്ങളും എംജങ്ങളും കൈയടിക്കില്ല. നമ്മള് കൈ അടിക്കില്ല. ഇത്രയും ചെറിയ മീൻ തന്നോണ്ട് ഇന്ന് മധുര മഴയൊന്നും ഇല്ല. അയ്യോ, ആഹാ. ഞാൻ രണ്ടുപേരെയും ജയിലിലിടും മധുരമഴ കൊടുത്തില്ലെങ്കിൽ ഇന്ന്. കുഴപ്പമില്ല, അവരെ ജയിലിടുന്നത്. റിയലാണോ? അതെ, അതെ, അതെ. റിയലാണ്. അതെ. MJ സാർ മധുരമഴ കൊടുക്കണം. ശരി ശരി മാഡം. പേടിച്ചു. കുഴപ്പമില്ലടാ, അവര് പേടിച്ചു. മധുചേട്ടാ ഓ മധുരമഴ കൊടുക്കണം. പേടിക്ക്, പേടിക്ക്. ഇല്ലെങ്കിൽ ഞാൻ ജയിലിടും. മധുവങ്ങളും ഇല്ലെങ്കിൽ ഞാൻ പേടിക്ക്. ജയിലിടും. പേടിക്ക്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് പോലെയാണ്. അല്ലല്ല, ഒറിജിനലാ. അയ്യോ, അത് ഒറിജിനലാ. കണ്ടിട്ട് പ്ലാസ്റ്റിക് പോലെയാണ്. കയ്യിലിട്ട് തരണം. അല്ലല്ല, കയ്യിലിടണോ? ഇട്ടാ പിന്നെ പോയി. വേണ്ട, പിന്നെ പിന്നെ ഊരില്ല. തിരിച്ച് രണ്ട് കൈയും പുറകിലേക്ക് കെട്ടി. കണ്ടാ മതി. ഇതാ കണ്ടോ ഇത്? അടുത്ത് പോകാൻ പറ്റില്ല, പോലീസ്. റിയൽ സ്റ്റീലോ? real റിയൽ steel ആ. സ്റ്റീലാണത്. സ്റ്റീലാ അത്. MJ സാർ മധുരമഴ കൊടുക്കും. കൊടുക്ക. അപ്പൊ പോരട്ടെ അങ്ങനെ ഒരു നവനീതൂട്ടൻ മധുരമഴ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള നീരാടി ഓർത്തെടുക്കുന്നു. അതിലേക്ക് നിറച്ചാലാണ്. തോർത്തിലും നിറയ്ക്കാൻ. അയ്യോ. അതൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. മറ്റവരാണ്. തോർത്ത് വിരിച്ച്. അതല്ല, ആ തോർത്ത് അവിടെ വിരിക്കുന്നതിന് പകരം മിഠായിയുടെ മുകളിൽ വിരിച്ചിട്ട് വാരി എടുത്താൽ മതിയായിരുന്നു. അതെ. പഠിച്ചു ഇവരോട് പിടിച്ചോ? അല്ലെങ്കിൽ പിടിച്ചോ. വിട്ടോ. ബൈ ചേട്ടാ.
See you. ഗുഡ് ബൈ നൈറ്റ്. ബൈ. Good night. Bye-bye. ആര്യ ചേച്ചി, നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒത്തിരി കുട്ടി വലിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നാളെ ഇതേ സമയം വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ. സീ യു.